കഥ മരുമകൾ. രചന ഗംഗാശലഭം. എനിക്കിത്രയും വേണ്ടമ്മേ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എൻ്റെ അടുത്ത് വന്നിരുന്ന് കഴിപ്പിക്കാൻ തുടങ്ങി. ഒന്നും കഴിക്കാഞ്ഞിട്ടാ ഇങ്ങനെ മെലിഞ്ഞിരിക്കുന്നേ. ഇനി ഞാൻ നേരെയാക്കി എടുത്തോളാം. ഇവിടെ കഴിക്കാനൊക്കെ ഇഷ്ടം പോലെയുണ്ട്. മക്കൾക്ക് വേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ മതി. അമ്മ അത് ഉണ്ടാക്കി തരാം. ഞാൻ അപ്പോഴും എൻ്റെ മുന്നിലെ പ്ലേറ്റിലേക്ക് നോക്കി. ഇതെങ്ങനെ കഴിക്കുമെന്നറിയാതെ കണ്ണും മിഴിച്ചിരിക്കുകയായിരുന്നു. അവരെന്നെ കൊണ്ട് ആ 5 ഇഡലിയും കഴിപ്പിച്ചു. 4 കഴിച്ചപ്പോഴേ മതി, ഇനി പറ്റില്ലെന്ന് പറഞ്ഞ് മുന്നിലേക്ക് പ്ലേറ്റ് നീക്കി വെച്ച എൻ്റെ അടുത്തിരുന്ന് 5ാമത്തെ ഇഡലി കൂടി കഴിപ്പിച്ചു. വായിൽ വെച്ച് തന്ന്. അതങ്ങനെയല്ല, കുത്തി കയറ്റിയെന്ന് വേണം പറയാൻ. ഹരിയേട്ടനാണേൽ കഴിക്കെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എനിക്ക് കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മാതിരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നവസ്ഥ. അതും പോരാഞ്ഞ് ഒരു ഗ്ലാസ് പാല് കൂടി അവരെന്നെ കുടിപ്പിച്ചു. അതും ബൂസ്റ്റ് ഇട്ട പാല്. ഈ പാൽ എനിക്ക് പറ്റില്ല. കുടിച്ച അപ്പോൾ ഛർദ്ദിക്കാൻ വരും. പ്രത്യേകിച്ച് രാവിലെ. ബൂസ്റ്റിൻ്റെ ടേസ്റ്റാണ് എനിക്ക് തീരെ പിടിക്കില്ല. അത് പറഞ്ഞിട്ടും അമ്മയ്ക്ക് കുലുക്കമില്ല. അത് കുടിച്ച് ശീലമില്ലാത്തതുകൊണ്ടാണെന്നും പറഞ്ഞ് എന്നെ നിർബന്ധിച്ച് കുടിപ്പിച്ചു. എനിക്കാകെ ശ്വാസം മുട്ടാൻ തുടങ്ങി. കഴിച്ചത് മുഴുവൻ അതേപടി പുറത്തോട്ട് വന്നു. ഒന്നാമതേ എനിക്ക് പാല് പിടിക്കില്ല. അതിൻ്റെ കൂടെ ഉരുളി കമഴ്ത്തിയതുപോലുള്ള 5 ഇഡലിയും. പിന്നെ എങ്ങനെ ഛർദ്ദിക്കാതിരിക്കും? വാഴയുടെ ചുവട്ടിൽ കുനിഞ്ഞിരുന്ന് വൊമിറ്റ് ചെയ്യുന്നേരം ഹരിയേട്ടനാണ് വന്നെൻ്റെ പുറം തടവി തന്നത്. കസേരയിൽ കൊണ്ടിരുത്തി വെള്ളവും കുടിപ്പിച്ചു. ഒന്നും കഴിക്കാതെ കൊച്ചിൻ്റെ കുടലങ്ങ് ഉണങ്ങിപ്പോയി. അതാ ഒന്നും തിന്നാനൊക്കാത്തെ. അല്ലാതെ കുത്തിക്കയറ്റിയിട്ടല്ല. ഞാൻ ദയനീയമായി ഹരിയേട്ടനെ നോക്കി. ആളെന്നെ കണ്ണ് ചിമ്മി കാണിച്ചു. മക്കള് ആ സാരി മാറി കുറച്ചു നേരം പോയി കിടന്നു. എണ്ണീറ്റ് 2 ഏത്തപ്പഴം കഴിക്കണം. ഇങ്ങനെ കുടലുണങ്ങി കിടന്നാൽ പറ്റൂല. ശരിയാക്കി എടുക്കണം. അമ്മ പറഞ്ഞത് കേട്ടപ്പോൾ ഭക്ഷണം കഴിച്ച് ചാവാനാണ് എൻ്റെ വിധിയെന്ന് എനിക്ക് ഏകദേശം മനസ്സിലായി. ഡ്രസ്സും മാറ്റി കിടന്നതേ ഓർമ്മയുള്ളൂ. ഉറങ്ങിപ്പോയി. ഉണരുമ്പോൾ ഹരിയേട്ടൻ അടുത്തുണ്ട്. എന്നെ തന്നെ നോക്കിയിരിക്കുകയാണ്. എനിക്ക് വല്ലാത്ത ചമ്മൽ തോന്നി. ഇപ്പോൾ ഓക്കെ ആയോ? ആളെൻ്റെ മുടിയൊക്കെ ഒതുക്കി വെച്ച് തന്നുകൊണ്ട് ചോദിച്ചു. അന്നേരം ആ കണ്ണുകളിൽ വാത്സല്യമായിരുന്നു. എനിക്കെന്തോ എൻ്റെ അമ്മയെ ഓർമ്മ വന്നു. ഞാൻ കണ്ണ് നിറച്ച് തലയാട്ടിക്കൊണ്ട് എഴുന്നേറ്റു. അമ്മയെ വിളിക്കണോ? എൻ്റെ അടുത്തേക്ക് ചേർന്നിരുന്നു ഹരിയേട്ടൻ. ഒപ്പം എൻ്റെ മനസ്സറിഞ്ഞ പോലെ പോക്കറ്റിൽ നിന്ന് മൊബൈലെടുത്ത് എൻ്റെ നേർക്ക് നീട്ടുകയും ചെയ്തു. വിളിച്ചു. ഞാനത് വാങ്ങി അമ്മയെ വിളിക്കുമ്പോൾ ആളെന്നെ തോളിൽ ചേർത്ത് പിടിച്ചു. ഫോട്ടോഗ്രാഫേഴ്സ് ചേർന്ന് നിൽക്കാൻ പറഞ്ഞപ്പോൾ തോന്നിയ വെപ്രാളം എന്തോ ഇപ്പം തോന്നിയില്ല. ചിലപ്പോൾ മനസ്സ് നിറയെ അമ്മയായതുകൊണ്ടാകും. അമ്മയെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഇത്തിരി ആശ്വാസം കിട്ടി. അടുക്കളയിലേക്ക് ചെന്നപ്പോഴേക്കും ഉച്ചയ്ക്കുള്ളതൊക്കെ അമ്മ തയ്യാറാക്കി കഴിഞ്ഞിരുന്നു. എനിക്ക് വല്ലായ്ക തോന്നി. ഒരു 10 മിനിറ്റ് കിടക്കണമെന്നേ കരുതിയുള്ളൂ. ഉറങ്ങിപ്പോകുമെന്ന് ആരെങ്കിലും കരുതിയോ? ഇതിപ്പോൾ ആദ്യ ദിവസം തന്നെ കല്ലുകടിയാകുമോ എന്ന് പേടിച്ചെങ്കിലും അമ്മ അതൊന്നും ഒരു പ്രശ്നമേ അല്ല എന്നുള്ള രീതിയിലാണ് പെരുമാറിയത്. ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് പാത്രങ്ങൾ കഴുകാൻ ചെന്നപ്പോഴും പോയി കിടന്നു എന്നും പറഞ്ഞു. എന്നെ ഓടിച്ചു വിട്ടു. രാവിലെ ഉറങ്ങിയതുകൊണ്ട് ഉറക്കമൊന്നും വന്നില്ല. ഹരിയേട്ടനാണേൽ ഉറങ്ങുകയും ചെയ്തു. മുന്നിൽ പോയി പത്രം വായിച്ചിരിക്കുമ്പോഴാണ് മാളു വരുന്നത്. പിന്നെ മാളുവിനോട് കത്തിവെച്ചിരുന്നു. ആളൊരു സംസാരപ്രിയയാണ്. നേരം പോകുന്നത് അറിയില്ല. കുറച്ചു കഴിഞ്ഞ് അമ്മയും ഉറക്കം കഴിഞ്ഞ് ഹരിയേട്ടനും വന്നു. അച്ഛൻ ഉറക്കമാണ്. അല്ലെങ്കിൽ ആളങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിലൊന്നുമല്ല. വീട്ടിൽ ആരോടും അധികം മിണ്ടുന്നതും കണ്ടിട്ടില്ല. എന്നെ കാണുമ്പോൾ ഒന്ന് ചിരിക്കും. തിരികെ ഞാനും. അത്ര തന്നെ. അമ്മ കസേരയിൽ ഇരുന്ന് ഉറക്കം തുടങ്ങി. ഞങ്ങൾ 3 ആളും സംസാരിച്ചിരുന്നു. അവർ രണ്ടും സംസാരിച്ചു എന്ന് പറയാം. ഹരിയേട്ടൻ വന്ന ശേഷം എൻ്റെ ശബ്ദം ആരാണ്ടോ കട്ടുകൊണ്ട് പോയ പോലെയാണ്. ഞങ്ങൾ വൈകിട്ടെന്ന് പുറത്തു പോയിട്ട് വരാം അമ്മ. കണ്ണടച്ചിരുന്ന അമ്മ കണ്ണു തുറന്നു. എന്തോന്ന്? ഞങ്ങളൊന്ന് പുറത്തു പോയിട്ട് വരാന്ന്. വ്യാഴാഴ്ചയല്ലേ ദേവുവിൻ്റെ വീട്ടിലെ വിരുന്ന്? അത് കഴിഞ്ഞേ എവിടെയും പോകാവൂ. വേണേൽ അമ്പലത്തിൽ പൊക്കോ, അല്ലാതെ എവിടെയും പൊയ്ക്കൂടാ. വേറെ വീട്ടിൽ പൊയ്ക്കൂടാ എന്നല്ലേ ഉള്ളൂ, അല്ലാതെ പുറത്തു പോകാലോ. എവിടെയും പൊയ്ക്കൂടാ, അതാ ശാസ്ത്രം. ഇനി ഒന്നും പറയാനില്ലാത്തതുപോലെ അമ്മ പിന്നെയും ഇരുന്ന് ഉറക്കമായി. ഇതെന്ത് ശാസ്ത്രം? ഞാൻ കണ്ണും മിഴിച്ച് മാളുവിനെയും ഹരിയേട്ടനെയും മാറി മാറി നോക്കി. ഹരിയേട്ടൻ്റെ മുഖം മങ്ങിയിട്ടുണ്ട്. മാളുവിൻ്റെ മുഖത്ത് നവരസങ്ങളാണ്. എനിക്ക് പിന്നെ വിഷമമൊന്നും തോന്നിയില്ല. മുൻപ് ഞാൻ ഒരിടവും കറങ്ങാൻ പോയിട്ടില്ല. ഇനിയും അങ്ങനെ തന്നെ ആയാലും എനിക്ക് അതൊരു വിഷയമല്ല. എന്നെ സ്നേഹിക്കുന്ന, മനസ്സിലാക്കുന്ന കുറച്ച് പേര്, എനിക്ക് സ്നേഹിക്കാൻ കുറച്ച് പേര്, അതിനപ്പുറം ആഗ്രഹങ്ങളൊന്നുമില്ല എനിക്ക്. അന്നത്തെ ദിവസം അങ്ങനെ പോയി. ഹരിയേട്ടൻ നാളെ കൂടി ലീവ് പറഞ്ഞിരുന്നതാണ്. പക്ഷേ രാത്രിയായപ്പോൾ പ്രിൻസിപ്പാളിൻ്റെ കോള് വന്നു. കോളേജിൽ സ്റ്റുഡൻസ് എന്തോ പ്രശ്നം ഉണ്ടാക്കിയത്രേ. ഹരിയേട്ടൻ
ഡിസിപ്ലിൻ കമ്മിറ്റിയുടെ എന്തോ ആണെന്ന്. അതുകൊണ്ട് ആള് ലീവ് ക്യാൻസൽ ചെയ്തു. പിറ്റേന്ന് കാലത്ത് 5 മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് അടുക്കളയിലേക്ക് ചെന്നു. അമ്മ അതിനു മുന്നേ എണ്ണീറ്റിരുന്നു. പൊട്ടിച്ചു വെച്ചിരുന്ന തേങ്ങ എന്നോട് ചിരകി വെക്കാൻ പറഞ്ഞു. ഞാനൊരു പ്ലേറ്റ് എടുത്ത് തേങ്ങ ചിരകി. ചിരവ കുറച്ച് മുകളിലായിട്ടാണ് ഉറപ്പിച്ചിരിക്കുന്നത്. നല്ല ബുദ്ധിമുട്ട് തോന്നി. എന്നാലും ചിരവി എടുത്തു. അത് കഴിഞ്ഞപ്പോൾ തേങ്ങ അരയ്ക്കണം, അവിയലിനും തോരനും, അതും അമ്മിക്കല്ലിൽ. മിക്സി ഇല്ലേ അമ്മ? ഞാൻ ചോദിച്ചു. ഇവിടെ ആർക്കും മിക്സിയിൽ അരയ്ക്കണത് പിടിക്കില്ല മോളെ, ടേസ്റ്റ് ഇല്ലെന്ന് പറയും. വണ്ടർഫുൾ. എനിക്കാണെങ്കിൽ ഈ അമ്മിയിൽ അരച്ച് വശമില്ല. വീട്ടിൽ അമ്മിക്കല്ലുണ്ടെങ്കിലും കറണ്ട് ഇല്ലാത്തപ്പോഴല്ലാതെ അത് ഉപയോഗിക്കാറില്ല. അതും അമ്മയാണ് അരയ്ക്കാറ്. ഇങ്ങനെ ആവശ്യം വരുമെന്ന് അറിയാമായിരുന്നെങ്കിൽ അരച്ച് പഠിക്കായിരുന്നു. അവസാനം രണ്ടും കൽപ്പിച്ച് അരയ്ക്കാൻ തന്നെ തീരുമാനിച്ചു. വിചാരിച്ചതുപോലെയല്ല കേട്ടോ, നല്ല പാടുണ്ട്. തേങ്ങ മിക്സിയിലെടുത്തിട്ട് കിർക്കിർന്ന് കറക്കുമ്പോൾ അരഞ്ഞു കിട്ടുന്നതാണ്. ഇതിപ്പോൾ അരച്ചിട്ടും അരിയുന്നില്ല. ചിലപ്പോൾ എനിക്ക് ശീലമില്ലാത്തതുകൊണ്ടാവും. അവിയലിന് തേങ്ങയും ജീരകവും മാത്രം അരച്ചാൽ മതി. വീട്ടിൽ എൻ്റെ അമ്മ 2 അല്ലി വെളുത്തുള്ളി കൂടി ചേർക്കും. പിന്നെ കുറച്ച് കറിവേപ്പിലയും ഒരു പച്ചമുളകും. അതൊരു പ്രത്യേക ടേസ്റ്റാണ്, നല്ല മണവും. മുളക് പൊടി എവിടമ്മേ? അവിയലിന് അരച്ചത് ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ചിട്ട് ഞാൻ ചോദിച്ചു. പൊടിയല്ല, വറ്റൽമുളക. അമ്മ 2 വറ്റൽമുളക് എടുത്തു തന്നു. അതെടുത്ത് അരച്ചിട്ടാണെങ്കിൽ തീരെ അരയുന്നില്ല. അവസാനം 2 ജീരകം കൂടി അതിൻ്റെ കൂട്ടത്തിലിട്ട് അരച്ചു. അമ്മിക്കല്ലൊക്കെ തേഞ്ഞു തുടങ്ങി. അതാണ് അരയാൻ പാടെന്ന് തോന്നി. മുളകും ജീരകവും വെളുത്തുള്ളിയും തേങ്ങയും ചേർത്ത് അരച്ചെടുത്തു. മഞ്ഞൾപ്പൊടി അമ്മ അവിയൽ ഉണ്ടാക്കുമ്പോൾ ഇട്ടോളും അത്രേ. ഇനി മക്കൾ ചെന്ന് ഹരിക്ക് ഷർട്ടും പാൻറ്റും ഒക്കെ അയൺ ചെയ്ത് കൊടുക്കുക. ആയമ്മ പറഞ്ഞതും ഞാൻ അന്തം വിട്ട് അവരെ നോക്കി. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ അമ്മ യൂണിഫോം അയൺ ചെയ്ത് തന്നിട്ടുള്ളതല്ലാതെ വലുതായ ശേഷം ഒറ്റ ഡ്രസ്സ് പോലും ഞാൻ അയൺ ചെയ്തിട്ടായിട്ട് എനിക്ക് ഓർമ്മയില്ല. എന്നോട് ഷർട്ടും പാൻറ്റും അയൺ ചെയ്യാൻ എനിക്കറിയില്ലമ്മേ. ഞാൻ ദയനീയമായിട്ട് അവരെ നോക്കി. ഇങ്ങനെയൊക്കെ വേണം പഠിക്കാൻ. ഹരിയുടെ അച്ഛൻ്റെ ഡ്രസ്സൊക്കെ ഞാൻ അയൺ ചെയ്ത് കൊടുക്കാറുണ്ടായിരുന്നത്. ഇതാണോ ഉത്തമ ഭാര്യ? എതിർത്ത് പറഞ്ഞെനിക്ക് ശീലമില്ല. വീട്ടിൽ അച്ഛമ്മയും ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അവിടെയും അച്ഛനെയും അച്ഛമ്മയും അനുസരിച്ച് തന്നെയാണ് ശീലിച്ചത്. അമ്മയെ കണ്ട് പഠിച്ച മകൾക്ക് മറുത്തു പറയാൻ അത്ര പെട്ടെന്നൊന്നും പറ്റില്ല, പ്രത്യേകിച്ച് ഒട്ടും പരിചയമില്ലാത്ത ഈ വീട്ടിൽ. ഞാൻ പതിയെ റൂമിലേക്ക് നടന്നു. ഹരിയേട്ടൻ ഉണർന്നിട്ടില്ല. ടേബിളിൽ ഒരു ഷർട്ടും പാൻസും എടുത്ത് വെച്ചിട്ടുണ്ട്. നാളെ ഇടാനുള്ളതാണെന്ന് ഇന്നലെ പറഞ്ഞതോർത്തു. അയൺ ബോക്സിൻ്റെ പ്ലഗ് എടുത്ത് കൊടുത്തു സ്വിച്ച് ഇട്ടു. ചുവന്ന ലൈറ്റ് തെളിഞ്ഞു. ഷർട്ട് എടുത്ത് തിരിച്ചും മറിച്ചു നോക്കി. ഇതിപ്പോൾ ഞാൻ എവിടുന്ന് തുടങ്ങും? ഒടുവിൽ ഐശ്വര്യമായിട്ട് കൈ തന്നെ തേച്ച് തുടങ്ങാമെന്ന് കരുതി. ടേബിളിന് മുകളിൽ ഷർട്ടിൻ്റെ കൈ വിരിച്ചിട്ട് അയൺ ബോക്സ് അതിൻ്റെ മുകളിലേക്ക് വച്ചതേ ഓർമ്മയുള്ളൂ. അയൺ ബോക്സ് വച്ചിടം മുഴുവനായി ഉരുകിപ്പോയി. എൻ്റെ ഉള്ളംകാൽ മുതൽ ഒരു തരി പുച്ചി വരെ കയറി. പെട്ടെന്ന് അയൺ ബോക്സ് നിവർത്തി വെച്ച് സ്വിച്ച് ഓഫ് ചെയ്തു ഞാൻ. അപ്പോഴത്തെ വെപ്രാളത്തിൽ കൈതട്ടി അയൺ ബോക്സ് പിന്നെയും ഉടുപ്പിൻ്റെ പുറത്തേക്ക് തന്നെ മറിഞ്ഞു വീണു. എനിക്ക് കരച്ചിൽ വന്നു. ശബ്ദം കേട്ട് ഹരിയേട്ടൻ ഉണർന്നു. ഞാൻ നിന്ന് കരയുന്നത് കണ്ടിട്ടാവാം ചാടി എഴുന്നേറ്റ് വന്നു. എന്താടോ, എന്തു പറ്റി? എന്തിനാ കരയുന്നേ? ഞാൻ അത് അയൺ ചെയ്തപ്പോൾ ഷർട്ട് അറിയാതെ ഉരുകിപ്പോയി. കരച്ചിലിനിടയിൽ എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു. അയ്യേ, ഇത്രയേ ഉള്ളൂ, അതിനാണോ കരയുന്നത്? പോട്ടെ. ഹരിയേട്ടൻ എന്നെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. എൻ്റെ കരച്ചിൽ കൂടിയതേ ഉള്ളൂ. ആളെന്നെ മുടിയിൽ തഴുകിയും തോളിൽ തട്ടിയും ഒക്കെ ആശ്വസിപ്പിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് കരച്ചിൽ നിർത്താൻ പറ്റണ്ടേ? ഞാൻ അത്രയ്ക്ക് പേടിച്ചു പോയിരുന്നു. വീട്ടിൽ അച്ഛൻ്റെയും അച്ഛമ്മയുടെയും കയ്യിൽ നിന്നൊക്കെ നിറയെ വഴക്ക് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ വന്നിട്ട് ആദ്യം തന്നെ ഇങ്ങനെ ഉണ്ടായപ്പോൾ ഹരിയേട്ടനേക്കാളും അമ്മ വഴക്ക് പറയുമോ എന്നാണ് എൻ്റെ പേടി. താനിങ്ങനെ കരയാതെ, ഷർട്ടൊക്കെ ഞാനും കുറേ ഉരുക്കിയിട്ടുള്ളതാ. ഇതാണ് ഇട്ട് പഴകിയ ഷർട്ടുമാണെന്ന്. ഹരിയേട്ടൻ ഒന്നുകൂടി എന്നെ ചേർത്ത് നിർത്തി. ഇപ്പം ഞാൻ ആളിൻ്റെ നെഞ്ചിൽ ചാരിയാണ് നിൽക്കുന്നത്. ടെൻഷൻ അടിച്ച് കരയുന്നതിനിടയിൽ അതൊന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ലെന്ന് മാത്രം. അല്ല, താനിപ്പോൾ ഈ വെളുപ്പിനെ അറിയാത്ത പണി ചെയ്യാൻ പോയതെന്തിനാ? എൻ്റെ കരച്ചിലൊന്ന് ഒതുങ്ങിയപ്പോൾ താടിക്ക് കൈ കൊടുത്തു നിന്ന് എൻ്റെ മുഖത്തേക്കും ഉരുകിയ ഷർട്ടിലേക്കും മാറി മാറി നോക്കിയാണ് ചോദ്യം. അത് അമ്മ പറഞ്ഞു. ഞാൻ പയ്യെ പറഞ്ഞു. എന്ത്? ഷർട്ട് ഉരുക്കാനോ? ഞാൻ തല താഴ്ത്തി നിന്നു. സാരമില്ല, പോട്ടെ. തനിക്കറിയാമോ, ജോലി കിട്ടിയ ശേഷമാണ് ഞാൻ ഈ ഡ്രസ്സൊക്കെ തന്നെ അയൺ ചെയ്യാൻ തുടങ്ങിയത്. അതുവരെ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞാലും അമ്മ എന്നെ കൊണ്ട് ചെയ്യിക്കില്ല. ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഞാനൊരു 3-4 ഷർട്ടെങ്കിലും ഒരുക്കിയിട്ടുണ്ട്. ഹരിയേട്ടന് ചിരി. അല്ല, അയൺ ചെയ്യാൻ അമ്മയും അച്ഛൻ്റെ ഷർട്ടൊക്കെ അയൺ ചെയ്ത് കൊടുത്തിരുന്നത്. ഇനി ഇതൊക്കെ ഞാനാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. എൻ്റെ ദേവൂസേ, അമ്മ അങ്ങനെ പറഞ്ഞെന്ന് കരുതി അറിയാത്ത പണിക്ക് പോണോ? ഹരിയേട്ടൻ എന്നെ ഏതോ അന്യഗ്രഹ ജീവിയെ കണ്ടതുപോലെ നോക്കുന്നു. ഇതിപ്പോൾ ഒന്നല്ലേ ആയുള്ളൂ. ഇതൊന്നും ഒരു പ്രശ്നമല്ലെന്ന മട്ടിൽ ഹരിയേട്ടൻ ടവലും എടുത്ത് വാഷ്റൂമിലേക്ക് നടന്നു.
വഴക്കു പറയുമെന്ന് കരുതിയെടുത്ത് ആളെന്നെ ഒന്നും പറഞ്ഞില്ല എന്ന് മാത്രമല്ല ആശ്വസിപ്പിക്കുകയും ചെയ്തു. എനിക്ക് സന്തോഷം തോന്നി. ഒപ്പം ആളിനോട് വല്ലാത്തൊരു ഇഷ്ടവും. എന്തായാലും എൻ്റെ അച്ഛനെ പോലെയല്ല. അച്ഛൻ അമ്മ കുഞ്ഞു കാര്യങ്ങൾക്ക് പോലും എന്തോരം വഴക്കാ പറയുന്നേ. പിന്നെ ഇതൊന്നും പോയി അമ്മയോട് പറഞ്ഞേക്കല്ലേ. അയൺ ചെയ്തോന്ന് ചോദിച്ചാ ചെയ്തോന്ന് പറഞ്ഞാൽ മതി. വാഷ്റൂമിലേക്ക് കയറും മുന്നേ ഹരിയേട്ടൻ അത്ര കൂടി പറഞ്ഞു. ഹരിയേട്ടൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അമ്മ തന്നെ കട്ടൻ എടുത്തു കൊടുത്തു. 8 മണിക്ക് ആളിറങ്ങും. കോളേജിലേക്ക് ഏതാണ്ട് 1 മണിക്കൂറോളം യാത്രയുണ്ട്. ബൈക്കിലാണ് പോകുന്നത്, കാറില്ല. ഒരെണ്ണം വാങ്ങണമെന്നുണ്ടെന്ന് ഇടയ്ക്ക് എപ്പോഴോ പറഞ്ഞു തോർത്തു. കോളേജിൽ പോകാനായി ആള് തയ്യാറായി വന്നപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് വിളമ്പിയതും ഉച്ചക്കത്തേക്കുള്ള ലഞ്ച് പാത്രത്തിലാക്കിയതുമൊക്കെ അമ്മ തന്നെയാണ്. എല്ലാം സ്വയം ചെയ്യണമെന്ന് നിർബന്ധമുള്ള പോലെ. വല്ലാത്തൊരു വെപ്രാളം ഉണ്ടായിരുന്നു അമ്മയ്ക്ക്. ഇനി ഞാനെങ്ങാനും ചെയ്താലോ എന്ന് ഓർത്തിട്ടാണോ എന്തോ. ഹരിയേട്ടൻ പോയപ്പോൾ ആകെ ഒറ്റയ്ക്കായതുപോലെ തോന്നി എനിക്ക്. വെളിയിൽ പോയിരുന്നു. സോഫയോ സെറ്റിയോ ഒന്നുമില്ല. കുറച്ച് കസേരകൾ മാത്രമേ ഉള്ളവിടെ. ഒരു കുഞ്ഞു ടേബിളും. ടേബിളിന് മുകളിൽ കിടന്ന പത്രമെടുത്ത് നിവർത്തിയപ്പോഴേക്കും അമ്മ വന്ന് അടുത്തിരുന്നു. മോക്ക് മീന് നിർബന്ധമൊന്നും അല്ലല്ലോ അല്ലേ? ഇല്ലമ്മ, ഉണ്ടെങ്കിൽ കഴിക്കും, അത്രേ ഉള്ളൂ. നന്നായി. ഞാനിവിടെ അങ്ങനെ മീനൊന്നും വാങ്ങൂല, വല്ലപ്പോഴും മാത്രം. മുട്ടയും അങ്ങനെ തന്നെ. ഇറച്ചി പിന്നെ ഞാൻ ഈ വീട്ടിലേക്ക് കയറ്റൂല. ഞാൻ വെജിറ്റേറിയനാ. മോക്കറിയാലോ. ഹരിയേട്ടൻ്റെ അച്ഛനും അവരും കഴിക്കില്ലേ. അവർ തിന്നും. അതുകൊണ്ടാണ് വല്ലപ്പോഴും ഒക്കെ മീനും മുട്ടയും ഉണ്ടാക്കണത്. ഇന്നെന്തായാലും മീൻ വാങ്ങാം. മോളുള്ളതല്ലേ. ഇവിടെ അമ്മയുടെ ഇഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. അമ്മ പറയുന്നതിനപ്പുറം ആർക്കും ഒന്നുമില്ല. എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനെ പോലെയാണ് ഇവിടെ അമ്മ. എൻ്റെ അമ്മയെ പോലെയാണ് ഇവിടുത്തെ അച്ഛൻ. മീനിൻ്റെ കാര്യം പറയാൻ പോയ അമ്മ പിന്നീട് ഏതാണ്ട് 1/2 മണിക്കൂറോളം ഫോണിൽ തന്നെയായിരുന്നു. ഇവിടെ കൊണ്ടിറങ്ങൂല. മോളിൽ ചേച്ചിയുടെ വീട്ടിൽ വരും. വിളിച്ചു പറഞ്ഞാൽ വാങ്ങിച്ചു വെച്ചേക്കും. ഞാനിവിടെ ചാളയും മത്തിയും കൊഞ്ചും വാളയും ഒന്നും വാങ്ങൂല. എന്തായാലും മോൾ ഇവിടെ ഇരി. ഞാൻ ചേച്ചിയുടെ അടുത്തൊന്ന് വിളിച്ചു പറഞ്ഞിട്ട് വരാം. അമ്മ എഴുന്നേറ്റ് പോയി. എന്തായാലും ഈ 2 ദിവസം കൊണ്ട് എനിക്ക് ഒരു കാര്യം മനസ്സിലായി. തിരികെ വന്നപ്പോൾ ഞങ്ങൾ സുമതിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് നിന്നു. അയ്യോ, അത് കേൾക്കണോ എന്നും ചോദിച്ച് എൻ്റെ അടുത്ത് വന്നിരുന്ന് സുമതി കഥ പറയാൻ തുടങ്ങി. ഈ സുമതി ആരാന്ന് പോലും അറിയാത്ത എന്നോടാണ് ഈ പറയുന്നതെന്ന് ഓർക്കണം. ഞാൻ എല്ലാം തല കുലുക്കി കേട്ടിരുന്നു. ആരാണോ എന്താണോ ആവോ. പറഞ്ഞു പറഞ്ഞ് അമ്മ അങ്ങനെ ഇരുന്നുറങ്ങി. ഞാൻ പതിയെ കയ്യിലെ ന്യൂസ് പേപ്പർ പിന്നെയും നിവർത്തി പിടിച്ചു. 5 മിനിറ്റ് ആയപ്പോഴേക്കും അമ്മ പൂച്ചയുറക്കം കഴിഞ്ഞുണർന്നു. സുമതി കഥ പകുതിയിൽ നിൽക്കുകയാണ്. ആ പറഞ്ഞതിൽ തന്നെ എനിക്ക് 1/4 ഭാഗമേ മനസ്സിലായിരുന്നുള്ളൂ. ഉറക്കമുണർന്ന് പറഞ്ഞതാണേൽ വേറെ ഏതോ കഥ. അതും കുറച്ച് പറഞ്ഞപ്പോൾ പിന്നെ ഉറക്കമായി. ഇതിങ്ങനെ റിപ്പീറ്റ് അടിച്ച് എനിക്കേതാണ്ട് വട്ടായിരിക്കുമ്പോഴാണ് ബീന ചേച്ചിയും പൊന്നുവും കൂടി വരുന്നത്. സത്യം പറയാലോ, അവരെ കണ്ടപ്പോൾ എനിക്ക് ഏതാണ്ട് മരുഭൂമിയിൽ പെട്ടെന്ന് മഴ പെയ്ത പോലെ ഒരു ഫീലായിരുന്നു. വല്ലാത്തൊരാശ്വാസം. കുറേ നേരം അവർ സംസാരിച്ചിരുന്നു. പൊന്നുവിന് എന്നെ ഇഷ്ടമായെന്ന് തോന്നുന്നു. ഏതു നേരവും ദേവു ചേച്ചി വിളി. എനിക്കും അവളെ ഇഷ്ടമായി. കുറുമ്പി. 2 ദിവസം പൊന്നുവിന് സ്കൂൾ അവധിയാണത്രേ. അതുകൊണ്ട് 2 ദിവസവും രാവിലെ ഇങ്ങ് വന്നിരിക്കണമെന്ന് പറഞ്ഞാണ് ഞാൻ അവളെ വിട്ടത്. ഇല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് അമ്മയുടെ പരസ്പര ബന്ധമില്ലാത്ത കഥകൾ കേട്ട് എനിക്ക് പ്രാന്തായിപ്പോവും. വ്യാഴാഴ്ച ഹരിയേട്ടൻ ലീവ് എടുത്തു. ഞാനും ഹരിയേട്ടനും പൊന്നുവും മാത്രമാണ് വീട്ടിലേക്ക് വിരുന്നിന് പോയത്. അമ്മയും അച്ഛനും ഒക്കെ കൂടി പോകുന്നത് പുതിയ പരിഷ്കാരമാണത്രേ. പണ്ടൊക്കെ പെണ്ണും ചെക്കനും കൂടി ഒരു കൊച്ചും കൂടി പോകും. അങ്ങനെ തന്നെ മതിയെന്ന് അമ്മ പറഞ്ഞു. അമ്മ പറഞ്ഞാൽ പിന്നെ അപ്പീലില്ലല്ലോ. എങ്ങനെയായാലും എനിക്കെൻ്റെ അമ്മയെ കണ്ടാൽ മതിയായിരുന്നു. ബൈക്കിലാണ് പോയത്. പൊന്നുവിനെ നടുക്കിരുത്തി. പൊന്നൂസ് ആകെ ഹാപ്പിയാണ്. ഞാനും. വീട്ടിൽ ചെല്ലുമ്പോൾ ആദ്യം ഓടി വന്നത് മീനുവാണ്. പിറകെ മധുവും. നീ ഹാപ്പിയല്ലേടി? മധു വന്നെൻ്റെ കയ്യിൽ പിടിച്ചു. ഹരിയേട്ടൻ കേൾക്കാതെ പതിയെ ചോദിച്ചു. വല്ലാത്ത കരുതലാണ് ചെക്കന്. ഇതുപോലൊരു ഏട്ടനെ കിട്ടിയത് മീനുവിൻ്റെ ഭാഗ്യം. ഞാൻ ചിരിയോടെ തലയാട്ടിയതും മീനു വന്നെന്നെ കെട്ടിപ്പിടിച്ചു. ഹായ്, 2 ദിവസം കൊണ്ട് നീ അങ്ങ് വെളുത്തു തുടുത്തു സുന്ദരിയായി. ഹരിയേട്ടൻ കേൾക്കാൻ ഉറക്കെയാണോ പറച്ചിൽ. ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നിന്റെ കെട്ടിയോൻ ഹാപ്പി ആവില്ലേ? വെറുതെ ഒരു രസം, അല്ലാതെ നിനക്കൊരു മാറ്റവും ഇല്ല. അവൾ എൻ്റെ ചെവി തിന്നു. പൊടി. ഞാൻ അവളുടെ കയ്യിലൊരു തട്ട് കൊടുത്തു. അപ്പോഴാണ് അവൾ പൊന്നൂനെ കണ്ടത്. പിന്നെ അവരായി കൂട്ട്. തുടരും. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.